സുനിൽ, ഗുഡ് ഈവനിങ് സുനിൽ. എന്തായാലും ഒരു നാട് മുഴുവൻ കാത്തിരുന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാപ്പ്. അത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു വലിയ നൂൽപ്പാലം തിരിച്ചു കിട്ടുകയാണ് നമ്മുടെ നിമിഷപ്രിയയ്ക്ക്. കാരണമായത് കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ, കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഇടപെടലുകളുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതല്ലേ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി? തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും ശക്തമായ കേരള സ്റ്റോറി, മാനവികതയുടെ മാനുഷികതയുടെ കേരള സ്റ്റോറി എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാം, ഉറച്ച് ചൂണ്ടിക്കാണിക്കാനാകും. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, എത്രയോ മാസങ്ങളായി നിമിഷപ്രിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിമിഷപ്രിയയെ സഹായിക്കാനായി, നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി, വധശിക്ഷ നീട്ടിവെക്കുന്നതിനായി ഒക്കെ തന്നെ വലിയ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. സേവ് നിമിഷപ്രിയ ഫോറമൊക്കെ തന്നെ രൂപീകരിച്ച് ഒരുപാട് പേർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാൻ പോകുന്നു, അതിനായി യമൻ ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും അതിനുശേഷം വലിയ നീക്കങ്ങൾ, തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി വലിയ നീക്കങ്ങൾ തന്നെ നടത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ നിർണായകമായത് തീർച്ചയായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സൂഫി പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ഉമറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിലാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആശാവഹമായ തീരുമാനമാണ്. എല്ലാവരും നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഏതായാലും അത് ഒരു ശുഭദിനം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇന്ന് ആ തീരുമാനം വരികയും ചെയ്തു. ഏതായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 2023 ഫെബ്രുവരി മാസത്തിലൊക്കെ തന്നെ ഈ വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പോൾ സാധ്യമായതൊക്കെ ചെയ്യും എന്നാണ് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പിന്നീട് വീണ്ടും സമാനമായ ചോദ്യം പാർലമെന്റിൽ ഉയർന്നു വന്നപ്പോൾ അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ഇതൊരു സ്വകാര്യ വിഷയമാണ് എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി എത്തിയ അറ്റോർണി ജനറൽ പറഞ്ഞത്, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സാധ്യമായത് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല, ബ്ലഡ് മണി നൽകി ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുന്ന ഒരു നീക്കത്തിലേക്കൊക്കെ തന്നെ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് ഇടപെടൽ നടത്തുന്നതിന് തടസ്സമുണ്ട്. വേണമെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബങ്ങളും അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അക്കാര്യത്തിൽ സ്വകാര്യ ചർച്ചകൾ നടത്തട്ടെ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ കൈയൊഴിയുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സാധ്യമായത് ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഈ വിഷയത്തിനായി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചതായി അറിയില്ല. നമുക്കറിയാം, ഇറാനുമായി കേന്ദ്ര സർക്കാരിന് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യ വക്താവ് നേരത്തെ ഇന്ത്യയിലെത്തിയപ്പോൾ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇറാനുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയതായി അറിയില്ല. കാരണം ഇറാനും യമനുമായി ഒക്കെ തന്നെ വളരെ അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഇറാനുമായി ഒരുപക്ഷെ ഇങ്ങനെയൊരു ചർച്ച നേരത്തെ ഇന്ത്യ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വരെ ഈ കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. ഒരു ഡിപ്ലോമാറ്റിക് പരിമിതി ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അതിന്റെ ആവർത്തനം തന്നെയായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിലും കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് കാന്തപുരം വളരെ ശക്തമായ ഒരു നീക്കം ഈ വിഷയത്തിൽ നടത്തി എന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമാണ്. അത് കേരളത്തിന്റെ ഒരു സ്റ്റോറി തന്നെയാണ് എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഈ ദിവസം തീർച്ചയായും കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മാറ്റം എന്നത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി എന്നതാണ്. ഇതുവരെ നിമിഷപ്രിയയുടെ മോചനത്തിനായി വലിയ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഈ ചർച്ചകളിലേക്ക്
ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും നടന്ന ചർച്ചയിൽ ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ പങ്കാളികളായി. അവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ചില വിഷയങ്ങളിൽ അവരുടെ വിയോജിപ്പുകൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ചർച്ച നടത്തി. ഏതായാലും ഈ ചർച്ചകൾ തുടരേണ്ടതിന്റെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമാണ് ഏതായാലും ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇനി ദിയ ധനം കുടുംബം കൈപ്പറ്റുമോ, അത് കൈപ്പറ്റിക്കൊണ്ട് കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ? അങ്ങനെ മാപ്പ് നൽകിയാൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അപ്പോൾ അത്തരം തീരുമാനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സ്വാഭാവികമായും സനായിലെ ഗോത്രവർഗമൊക്കെ തന്നെ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കൂടി സമവായ ചർച്ചകൾ ഉണ്ടാകണം, അവരെ കൂടി വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ വലിയൊരു കടമ്പ ഇനി ഇക്കാര്യത്തിൽ ബാക്കിയുണ്ട്. ഏതായാലും ആ ഒരു കടമ്പ കൂടി മറികടക്കാനുള്ള വലിയൊരു ശ്രമങ്ങൾ തുടരട്ടെ. അതിന് കാന്തപുരത്തിന്റെ ഒക്കെ തന്നെ ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകണം. അതുകൊണ്ട് ഈ കേരള സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. പലപ്പോഴും കേരളത്തിന്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ കേരള സ്റ്റോറി നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. അതൊക്കെ തന്നെ നൽകുന്ന സന്ദേശമല്ല, ഇത് കാന്തപുരത്തിന്റെ ഈ ഇടപെടൽ നൽകുന്നത്. ഇതിൽ ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഐക്യത്തിന്റെ സന്ദേശമുണ്ട്, മതേതരത്വത്തിന്റെ സന്ദേശമുണ്ട്, മാനുഷികതയുടെ സന്ദേശമുണ്ട്. അങ്ങനെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് കാന്തപുരം ഈ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും വളരെ ശക്തമായി നീങ്ങാൻ കാന്തപുരത്തിന് കഴിയട്ടെ. വലിയ പരിമിതികൾ കേന്ദ്ര സർക്കാരിനുള്ളപ്പോഴും അങ്ങനെയൊരു ഇടപെടൽ നടത്താനുള്ള ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇടപെടലും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സമീപനമായിരുന്നു പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു കാണിച്ചത്. പാർലമെന്റിൽ അടക്കമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മറുപടി, ഈ നിലപാട് സ്വീകരിച്ചത്. ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് 2 തവണ 2 അഭിപ്രായമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഈ വിഷയം വളരെ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനു വിരുദ്ധമായി തീർച്ചയായും മറ്റൊരു വഴിയിലൂടെ ചർച്ചകൾ മുന്നോട്ട് പോയി നിമിഷപ്രിയയ്ക്ക് ആശ്വാസമായ ഒരു സാഹചര്യം ഏതായാലും ഇന്ന് യമനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇതൊരു വലിയ ഒരു പരിശ്രമത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഏതായാലും ആ തുടക്കം വലിയ വിജയമായത് തീർച്ചയായും ഈ ഒരു കേരള സ്റ്റോറിയോട് കൂടി വിജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. Meet the editors.